മക്കളെ പരീക്ഷയ്ക്ക് നമുക്ക് ഈ സ്റ്റഡിന്റെ ഒരു എക്സ്പീരിയൻസ് ഷുവർ ആയിട്ട് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പഠിക്കുന്ന ഒരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ മക്കളെ. കറണ്ട് പാസ് ചെയ്യുന്ന ഇതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ചോദ്യങ്ങൾ വരും. അതായത് ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഏത് ദിശയിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു, ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ, അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ, അപ്രദക്ഷിണാണോ അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയാണോ, ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പൊ ഇത് കണ്ടെത്താൻ ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞാൽ, കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ നിങ്ങൾ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് അല്ലേ, അങ്ങനെയെങ്കിൽ താഴത്തെ മാഗ്നറ്റിക് നീഡിലും എങ്ങനെയായിരിക്കും ക്ലോക്ക് വൈസ് ആവും ഡിഫ്ലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഈസ്റ്റ് ഇവിടെയാണ് വെസ്റ്റ് വരിക. അപ്പൊ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു, ഈസ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു, കിഴക്ക് ഭാഗത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആൻസർ കിട്ടിയില്ലേ. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് വന്നാലോ, കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് വിചാരിക്കുക, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്. അത് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കുക, ആന്റി ക്ലോക്ക് ആണ്. അങ്ങേക്ക് താഴത്തെ മാഗ്നറ്റിക് നീഡിലും എങ്ങനെയായിരിക്കും, ആന്റി ക്ലോക്ക് ആയിരിക്കും. ആന്റി ക്ലോക്കിലേക്ക് ഡിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും, വെസ്റ്റിലേക്കായിരുന്നു ഓർത്ത് വയ്ക്കുക അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്തിക്കൂടെ? യെസ്, സെറ്റ് അല്ലേ.